ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷെഫിൻ ഫ്രം MSA മലയാളം. അപ്പോൾ ഇത് നമ്മൾ മൂന്നാമത്തെ വട്ടമാണ് ഷൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, നമ്മളെ ഇൻട്രോ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, എന്താണില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരുടെ ഫോണിലേക്ക് വരുന്ന കോളുകളൊക്കെ അവരുടെ പേര് അഡ്രസ്സും നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ പോകാം. This video is about hacking, so I teach you this is just for the purpose of learning. Never do things that are legally objectionable. Neither I nor my channel will be responsible for this if it applies to others. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാനോ എൻ്റെ ചാനലോ നിങ്ങൾ അതായത് ഇതിനായിട്ടുള്ള എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിനായിട്ട് ഇതാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സീനാവുകയാണെങ്കിൽ ഞാനോ എൻ്റെ ചാനലോ ഒരിക്കലും ഉത്തരവാദിയല്ല. ഓക്കെ, അതാ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ജസ്റ്റ് പഠിപ്പിക്കുക എന്ന രീതിയിലേക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളും പലരും ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതിനായിട്ട് 2 ഫോൺ ആവശ്യമാണ്. നമുക്കൊരു ഫോണും നമുക്ക് ആരെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോണും. അപ്പോൾ ഞാൻ 2 സ്ക്രീൻ റെക്കോർഡുകൾ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ അതിനായിട്ട് 2 ഫോണുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫോൺ ഞാൻ വെറുതെ എടുത്തതാണ്. ഓക്കെ, ഞാൻ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എടുത്തതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡ്സ് കാണാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയാണ്. തൽക്കാലം നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഫോണിൻ്റെ നമ്പേഴ്സ് അല്ല, ഇതിലേക്ക് ആര് വിളിക്കുമെന്നാണ് നമ്മൾ ഇതാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല, ബട്ട് പെട്ടെന്ന് ഇത് കാണുന്നില്ല നമ്മൾ സ്ക്രീൻ റെക്കോർഡർ. അപ്പം ഇനി അത് കയറ്റുമ്പോഴത്തേന് തന്നെ ഒരുപാട് ടൈം ആവുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം. അപ്പം ഇനി മറ്റേ ഫോൺ നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യവും നിങ്ങളോട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, കാരണം ഈ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ട്രൂ കാളറിന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. 30 MB ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഡൗൺലോഡ് ആകാനായിട്ട് നല്ല പാടാണ്. ഇപ്പോൾ ഡൗൺലോഡിങ് സ്പീഡ് കുറവാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും അപ്പോൾ ഇനി ഇത് ഡൗൺലോഡായിട്ട് കാണാം. മിനിറ്റ് പോലും എടുത്തില്ല, 1 മിനിറ്റ് എടുത്തോന്നോ എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ 5:46 നമ്മൾ നേരത്തെ വീഡിയോ എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്രൂ കളർ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം കാണിച്ചത് ആ ഫോണില്ലേ, അപ്പോൾ അതിലേത് സിമ്മാണോ ഇട്ടത് ആ നമ്പറാണ് നമ്മൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രക്ഷയില്ല, സിമ്മ് മാറ്റിയിടണം. ഇപ്പോൾ സിമ്മ് മാറ്റിയിടാണെങ്കിൽ തന്നെ റേഞ്ചിനും കുറേ പ്രോബ്ലംസാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മദറിൻ്റെ ഫോണിൽ തന്നെ ആ സിം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഏത് ഇതാണോ വേണ്ടത്, എനിക്കറിയില്ല ഇതിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ആ നമ്പറൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് അടിച്ച് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ സിമ്മ് ഊരിയിട്ട് പോവാം. സിമ്മ് ഊരി നമ്മുടെ ആ ഫോണിൽ തന്നെ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 100% വർക്കിംഗ് ആണ്. എനിക്ക് മനസ്സിലായി എന്താണ് അനുഭവം ഗുരു. ഓക്കെ, അനുഭവം ഗുരു, അത്ര നിങ്ങളിപ്പോൾ തൽക്കാലം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കാരണം ഈ വീഡിയോ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനടിയിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും. ഓക്കെ, അതുകൊണ്ടാണ്.